ഹലോ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് സാറ്റർഡേ ആയിരുന്നു, അമ്പാടീൻ്റെ ബർത്ത്ഡേ ആണ്. സോ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണെങ്കിലും നല്ല മഴ ഒന്ന് സൈഡായപ്പോഴാണ് ഞങ്ങൾ കുടയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ഓട്ടോയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഓട്ടോ കയറണ വരെ അല്ലു ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളൊന്ന് ഒതുങ്ങിയത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി, അവിടുന്ന് തൊഴുതു, വേഗം തന്നെ ഇറങ്ങി. ബിക്കോസ് വീട്ടിലെത്തിയിട്ട് വേണമായിരുന്നു ഉച്ചത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ. രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയതെങ്കിലും വന്നപ്പോൾ ഇഡ്ഡലി കഴിക്കാൻ തോന്നിയില്ല. സോ ദോശ ഉണ്ടായിരുന്നു, ദോശ കഴിച്ചു. പിന്നെ അല്ലുവിനും ഫുഡ് കൊടുത്തു. രണ്ടുപേർക്കും ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ കാണുന്നത്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സദ്യ വെക്കണം. സദ്യയിലെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല, മാത്രമല്ല അത് കഴിക്കൂല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് സദ്യ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന ആശ്വാസമായി. ഇനി അടുത്ത പണി സാമ്പാർ, ഓലൻ, അവിയൽ എന്നീ 3 വിഭവങ്ങൾ ഉണ്ടാക്കാനാണ്. പിന്നെ പപ്പടം ജസ്റ്റ് എണ്ണയിൽ കാച്ചിയാൽ മതിയല്ലോ. പിന്നെ പുളിയിഞ്ചിയും അച്ചാറും കായ വറുത്തതും ചിപ്സും ഓണത്തിൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിക്കാൻ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലു ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ബാക്കി പണികളൊക്കെ ഓവനെ ഒക്കത്തിരുത്തിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഭയങ്കര വാശിയായിരുന്നു ഇന്ന് രാവിലെ തൊട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ധൃതിയിലായിരുന്നു എല്ലാ പണികളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുക്കളയത്തെ ജോലികളൊക്കെ ഒന്ന് സൈഡായല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചപ്പോഴാണ് അടുത്ത പണി. ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കഴിക്കണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കണേക്കാളും പണിയാണ് കഴിക്കാൻ. എനിക്കല്ല കേട്ടോ, അമ്പാടിക്ക്. അതുപോലെ തന്നെ അല്ലു എന്നെയും കഴിക്കാൻ സമ്മതിക്കില്ല, അവൻ കഴിക്കൂല. അങ്ങനെ നിലത്ത് പായ വിരിച്ച് വിളക്കും ഓരോ വിഭവങ്ങളും കൊണ്ടുവന്ന് വെച്ചു. ഇലട്ടപ്പളായിരുന്നു അടുത്തത്. അതിൻ്റെ കാര്യത്തിൽ അമ്പാടിക്ക് തീരെ തൃപ്തി ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കളിക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞ് ഞാൻ തൃപ്തിപ്പെടുത്തി. അല്ലുവിന് പിന്നെ പാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണുമ്പോൾ അവനിങ്ങനെ അതിങ്ങനെ എടുക്കാഞ്ഞിട്ട് ഭയങ്കര ത്വരയായിരുന്നു. ഇപ്പോഴൊക്കെ അവൻ്റെ ഒക്കെ തന്നെയാണ് കയറിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് അല്ലു, ഒരു ഭാഗത്ത് അമ്പാടി, വേറൊരു ഭാഗത്ത് ട്രൈപ്പോഡ്. ഈ ട്രൈപ്പോഡാണെങ്കിൽ ഒരു കുരുത്തം കെട്ട ട്രൈപ്പോഡ്, എവിടെ നിൽക്കില്ല, ഒന്നും ഒതുങ്ങി നിൽക്കില്ല. അപ്പോൾ ഇടയ്ക്ക് ട്രൈപ്പോഡ് ശരിയാക്കാൻ പോവും, ഇടയ്ക്ക് അല്ലു കരയുമ്പോൾ അവനെടുക്കാൻ പോവും. പിന്നെ അമ്പാടിയാണെങ്കിൽ കഴിക്കില്ലേ, എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട പറഞ്ഞിട്ട് ആകെപ്പാടൊരു ബഹളമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലുവിന് ഒക്കത്തുനിന്ന് ഇറങ്ങാഞ്ഞിട്ടായി പ്രശ്നം. അവനെ ഇറക്കി വിട്ടപ്പോഴാണെങ്കിലോ എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ഓരോന്നിങ്ങനെ പറക്കി ഇടായിരുന്നു. അവൻ പറക്കിയിടുക, ഞാൻ പറക്കുക. ഇതന്നെയായിരുന്നു എൻ്റെ പണി. എന്നെ നേരം പോലെ ഫുഡ് കഴിക്കാനും സമ്മതിച്ചിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഇത്രയും വിഭവങ്ങളാണ് ഉണ്ടാക്കിയത്. പായസം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പാലട പ്രഥമനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലുവിനെ പിടിച്ചും ട്രൈപോഡ് സെറ്റ് ചെയ്ത് ഞാൻ മടുത്തു. അങ്ങനെ മടുത്തൊരു ഭാഗത്ത് വന്നിരുന്നപ്പോഴാണ് വിളമ്പിത്തരാൻ ആരുമില്ല, ഞാൻ തന്നെ എടുത്ത് വിളമ്പണം. ഇവനാണെങ്കിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നില്ല. അങ്ങനെ വീഡിയോ പോയി ഓഫാക്കി ഫുഡ് വിളമ്പി വീഡിയോ ഓണാക്കി അവിടെ പോയി ഇരുന്നപ്പോഴേക്കും പുള്ളിക്കാരനെ മൂഡ് മാറി. പിന്നെ എന്നെ ഇരിക്കാൻ സമ്മതിക്കുമോ? അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മടിയിൽ ഇരിക്കുന്നതും കൊണ്ടാണെന്ന്. അങ്ങനെ ഒരു സൈഡിൽ അവന് വേറെ ഇലയിട്ട് കുറച്ച് ചോറും കുറച്ച് പപ്പടും ഇട്ട് കൊടുത്തു. ആദ്യമൊക്കെ നുള്ളിപ്പറക്കി തിന്നു, പിന്നെ അതും വലിച്ചെറിയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ 4 ഭാഗവും വലം വയ്ക്കാൻ തുടങ്ങി. മുമ്പ് പറഞ്ഞ പോലെ പാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ പാത്രം എടുത്ത് കളിക്കായിരുന്നു. അങ്ങനെ പപ്പടപാത്രം തരാൻ പറഞ്ഞപ്പോൾ എന്തോ തന്നെ കയ്യിൽ വന്ന് തന്നു. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പപ്പടപാത്രം എടുക്കാൻ നോക്കുകയാണ്. അത് തരണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ചോറിൻ്റെ കയ്യിൽ, അങ്ങനെ ഓരോ കയ്യിൽ ഓരോ പാത്രം, ഓരോ സ്പൂണ്. ആകെ മൊത്തം ഒരു ബഹളമായിരുന്നു. അങ്ങനെ പുളിയിഞ്ചിയൊക്കെ മേത്ത് ഫുള്ളെടുത്ത് തേച്ചു. അത് കഴുകാൻ പോയി. പിന്നെ ട്രൈപോഡ് ഞാൻ പറയുന്നത് കേൾക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഫോൺ ഞാൻ കൈ പിടിച്ച് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഈവനിങ് ആയപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇത് വല്യച്ഛനാണ് കേട്ടോ, അല്ലുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ്. ദിസ് ഇസ് അവർ കേക്ക്. 8th ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അതിൽ 8 ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്റ്റാർസ്, ടൂത്ത് പിക്കിൻ്റെ പോലത്തെ വലിയ സ്റ്റിക്കാണ് കേട്ടോ അത്. അതിലിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷവും ആർത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ചെറിയൊരും വലിയവരും. സദ്യ 3 പേരുള്ളപ്പോൾ തന്നെ ഇങ്ങനെ, അപ്പോൾ കേക്ക് മുറിക്കുന്ന കാര്യം പിന്നെ പറയാനുണ്ടോ? ഇവനാണെങ്കിൽ നാണം വന്നിട്ട് ഫോട്ടോനും വീഡിയോനൊന്നും പോസ് ചെയ്യണ തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേക്ക് മുറിച്ചു. കേട്ടില്ലേ പിന്നത്തെ ബഹളം? സ്പീക്കർ ഓൺ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിനു മുമ്പേ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
കുട്ടികൾ കൂടിയൊരു വീഡിയോ, പിന്നെ ഞങ്ങളും കൂടിയിട്ടൊരു വീഡിയോ, പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വൈകി കേക്ക് മുറിക്കാൻ. അമ്പാടിക്കാണെങ്കിൽ വാനില കേക്ക് മാത്രമായിരുന്നു ഇഷ്ടം. ഇപ്പം എന്താണാവോ വാനിലയാണ് കൂടുതൽ ഇഷ്ടം. അത് ഐസ്ക്രീം ആയാലും കേക്ക് ആയാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാവരും അവൻ്റെ വായിൽ കേക്കൊക്കെ വെച്ച് കൊടുത്തു. അല്ലുവിന് കേക്ക് വെച്ചപ്പോൾ വാശി പിടിച്ചിട്ട് അവൻ കുത്തി മറയണുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടപ്പോഴാണ് അവനും സന്തോഷമായത്. അങ്ങനെ പ്രായഭേദമെന്നില്ലാതെ എല്ലാവരും കേക്ക് കൈയിട്ട് വാരിയായിരുന്നു. കുട്ടികളാണെങ്കിൽ കേക്കിൻ്റെ മുകളിലുള്ള ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിലത്തെ സ്റ്റാർസ് എടുത്ത് കഴിക്കുകയായിരുന്നു. ഇത് അച്ഛനാണ് കേട്ടോ, ഇത് ചേച്ചി. എല്ലാവരും കേക്ക് കഴിക്കുകയായിരുന്നു. കേക്ക് നന്നായിട്ടുണ്ട്, അടിപൊളിയാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.